ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BHIC 132-ന്റെ യൂണിറ്റ് 3 and 4 ആണ്. ഹർഷനും ഹർഷന്റെ റൈസ് അതിന്റെ ഫോളോ ആയിട്ടുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഗുപ്താസിന്റെ പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ടായിരുന്ന സമയവും അവരുടെ താഴ്ചയും നോർത്ത് ഇന്ത്യയിൽ 6ാമത്തെ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു രാജാവല്ല, മൾട്ടിപ്പിൾ റൂളിംഗ് ആയിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരും ആ രാജാക്കന്മാർ തമ്മിൽ പരസ്പരം പല കാരണങ്ങളാൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഓരോരുത്തരും മാറി മാറി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാജാവിന്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആള് നമ്മൾ പറയുന്നത് സാമന്താസ് എന്നാണ്. ഈ സാമന്താസ് എന്ന് പറഞ്ഞാൽ രാജാവിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ എന്നർത്ഥം. അവർക്ക് അപ്പൊ പവർ കൂടുതൽ പവർഫുൾ, അവര് വളരെ പവർഫുൾ ആയിരുന്നു. ഇത് മാത്രമല്ല, ഈ ബാറ്റിൽസ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ പല ഏരിയയിൽ വെച്ചും പൊളിറ്റിക്കൽ സെന്റേഴ്സിലും ഒരു സാമന്ത അടുത്ത സാമന്തനെ അടിച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സാധാരണ ലെവലിലുള്ള ലോക്കൽ ആയിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള പവർ പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പല വിധത്തിലുള്ള പൊളിറ്റിക്കലി വരുന്ന ചേഞ്ചസ്, സെന്റേഴ്സ് മാറി വന്നു. ജയസ്കന്ദവാറാസ് എന്നാണ് അവർ പറയുന്നത്. ഈ ജയസ്കന്ദവാറാസിന്റെ റൂളിംഗ് ഡൈനാസ്റ്റിയില് ലാൻഡ് ആണ് അല്ലെങ്കിൽ നിലമാണ് അവർക്ക് ഓരോ ബ്രാഹ്മണനും അല്ലെങ്കിൽ ഓരോ ജോലി ചെയ്യുന്നവർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അതേമാതിരി തന്നെ മൊണാസ്ട്രിയിലായാലും ശരി, അമ്പലങ്ങളിലായാലും ശരി, ബ്രാഹ്മൺസ് അവർ ജോലി ചെയ്യുന്ന ജോലി, ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നു, മൊണാസ്ട്രിയില് ബുദ്ധഭിക്ഷുക്കൾ ഇവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടിയിരുന്ന ശമ്പളം എന്ന ലെവലിൽ നോക്കുന്നത് ലാൻഡാണ്. എന്താ കാരണം? അവിടെ ലാൻഡിൽ കൃഷി ചെയ്ത് ആ കൃഷിന്റെ ബലം ഈക്വലന്റ് ആയിട്ട് എടുത്തോടുക. അപ്പോൾ മെഡീവൽ പൊളിറ്റിക്കൽ ടൈമിലും ഇത് തന്നെയാണ് ജയസ്കന്ദവാരം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് എന്താന്ന് വെച്ചാൽ, ജയസ്കന്ദവാരാസ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഓഫ് വിക്ടറി എന്ന് പറയും, അല്ലെങ്കിൽ ഈ ശീലങ്ങളിൽ ജയത്തിന്റെ സ്ഥാനം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഈ ജയസ്കന്ദവാരാസിന്റെ പാരമ്പര്യത്തിൽ ഈ ലാൻഡ് റിലീജിയസ് ആയിട്ടുള്ള ബ്രാഹ്മണനോ അല്ലെങ്കിൽ ബുദ്ധഭിക്ഷുവിനോ അല്ലെങ്കിൽ അമ്പലങ്ങൾക്കോ അവര് ദാനം ചെയ്തിരുന്നു. ദാനം ഇന്നിപ്പോ ഒരു സംക്രാന്തി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ അതിന് ദക്ഷിണയ്ക്ക് പകരം ലാൻഡാണ് എഴുതി കൊടുക്കുക. കരം ഫ്രീ ലാൻഡ്, അതായത് കരമടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ലാൻഡിന് അവർക്ക് ദക്ഷിണയായിട്ട് രാജാക്കന്മാർ കൊടുത്തിരുന്നു. ഈ പൊളിറ്റിക്കൽ ടൈമിലും ഈ മിഡീവൽ പോളിസീസിലും ഇത് തന്നെ ജയസ്കന്ദവർദാസും അവരുടെ കാലഘട്ടത്തിലുള്ള മറ്റു രാജാക്കന്മാരും ഇതേ പോളിസികളാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്താ, പൊളിറ്റിക്കലായിട്ട് അവർക്ക് രാജ്യങ്ങൾ പിടിച്ചടക്കേണ്ട ഒരു സിറ്റുവേഷനും അതേമാതിരി തന്നെ നമ്മളുടെ ബൗണ്ടറി വിടർത്തി യുദ്ധം ചെയ്ത് അടുത്ത രാജാവിനെ സാമന്താനെ തോൽപ്പിച്ച് ആ സ്ഥലം കൂടെ നമ്മളുടെ ടെറിട്ടറിയിൽ കൂട്ടി വരുമ്പോൾ മാത്രമേ ഇവർക്ക് രാജാവിന് പ്രശസ്തി ഉള്ളൂ. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് കനൗജ് എന്ന് പറയുന്നത്. ഈ കനൗജിൽ പുതിയതായിട്ടുള്ള ഒരു സെന്റർ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുകയാണ്. ആദ്യം നമുക്ക് കനൗജിനെ ആദ്യം അറിഞ്ഞ പേര് കനിയബുജ എന്ന് പറയും, അല്ലെങ്കിൽ മഹാദയ എന്ന് പറയും. ഇതിനെ മാറ്റി ഇപ്പോഴത്തെ നമ്മുടെ കനൗജ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഉത്തർപ്രദേശിലാണ്. ഈ ഉത്തർപ്രദേശിലുള്ള ഈ കനൗജിന് ആ കാലഘട്ടങ്ങളിൽ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇത് എന്താന്ന് വെച്ചാൽ, ഇത് രണ്ട് ഗംഗയുടെയും യമുനയുടെയും നടുവില്, അതിന് നമ്മൾ പറയാറുണ്ട് നദീതീരം സംസ്കാരം എന്ന്. നദീതീരം എപ്പോഴും ദ്വാബ് എന്ന് പറയുന്ന സ്ഥലം ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. കാരണം ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന ലവണങ്ങൾ ആ ലാൻഡിനെ കുറച്ചുകൂടെ പുഷ്ടിയാക്കുന്നു, ഫെർട്ടൈൽ ആക്കുന്നു.
അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഈ കനൗജ് സ്ഥിതി ചെയ്തിരുന്നത്, രണ്ട് ദ്വാബിന്റെ ഇടയിൽ, ഒന്ന് ഗംഗാ നദിയുടെയും ഒന്ന് യമുന നദിയുടെയും. അപ്പൊ എന്ത് പറ്റും, ഈ ഫേവറബിൾ കണ്ടീഷൻ ആയതുകൊണ്ട് അവിടെ അതിനെ അവര് ഫോർട്ട് കെട്ടി അല്ലെങ്കിൽ കോട്ട കെട്ടി അതിനെ സെക്യൂർ ആക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ കനൗജിന്റെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കാർഷികപരമായ എക്സ്പെൻസസും വെസ്റ്റേൺ ഗാൻജസ് പ്ലെയിൻസും അതേമാതിരി തന്നെ ലാൻഡ് സ്ഥലം ഉള്ളത് ഈ ഏരിയയിൽ കൂടുതലാണ് കനൗജില്. ഇത് കൂടാണ്ട് പല വിധത്തിലുള്ള റൂട്ടുകളുണ്ട്. ഈസ്റ്റിലേക്ക് കിഴക്കേക്ക് പോകുന്ന വഴികളും പടിഞ്ഞാറ് പോട്ട് പോകുന്ന വഴി, ഇങ്ങനെ ഈ ഗാൻജറ്റസ് പ്ലെയിനില് ഗംഗയുടെ നദീതീരത്തുള്ള പ്ലെയിനിനെ വളരെ ഫെർട്ടിലിറ്റി ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ പുഷ്ടി ഉള്ളത് കൊണ്ടും ബിസിനസ് എന്നുള്ള ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള റൂട്ടുകളും ലാൻഡ് റൂട്ടുകളും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ എന്ത് പറ്റും, ആ രാജ്യം കുറച്ചുകൂടെ പവർഫുൾ ആകും. നാച്ചുറൽ ആണത്. എവിടെയാണോ കാർഷികം നല്ല വിധത്തിൽ വരുന്നത്, എവിടെയാണോ ബിസിനസ് നടക്കുന്നത്, ആ സ്ഥലത്തിന് നോഡൽ പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു കനൗജ് ആ കാലഘട്ടത്തിൽ. ഇനി ഇതിനു ശേഷം നമുക്ക് കാണുന്ന ഒരു ചെറിയ സ്ഥലമാണ് പാടലിപുത്ര. പാടലിപുത്ര പോസ്റ്റ് ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്നതാണ്. ഈ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഡിക്ലൈൻ ആകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഷെയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പ്രോസസ്സിലെ ഫ്യൂഡൽ ലോട്ട്സ് വെച്ചാൽ രാജാക്കന്മാരല്ല, പക്ഷെ ആ കാർഷിക സ്ഥലങ്ങൾ കയ്യിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫ്യൂഡൽ ലോർഡ് എന്ന് പറയാം. അവരുടെ കൺട്രോള്, പൊളിറ്റിയും അവരുടെ എക്കോണമിയും കൂടി വരുന്നു. അവരെന്താ ചെയ്യുന്നത്, ടോള് പിരിക്കും. നമ്മൾ ഇവിടെ ഇപ്പോഴും നാട്ടിലുണ്ട് ടോള് പിരിക്കുക. റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ പാലം കെട്ടിയിട്ട് നമ്മൾ ടോള് പിരിക്കുന്നു. ടോൾ എന്തിനാ പിരിക്കുന്നു, തേവര പാലത്തിന്റെ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലം പുതിയതായിട്ട് കെട്ടിയാൽ ഭയങ്കര പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പാലങ്ങൾ കെട്ടുന്നത്. അപ്പൊ ആദ്യമേ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കെട്ടി അത് സുഖകരമായ യാത്രക്കുള്ള ആക്കി കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ആണ് ഈ ടോൾ അടയ്ക്കേണ്ടത്. ടോൾ അടച്ചാൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം അവർക്ക് റിട്ടേൺസ് കിട്ടുള്ളൂ. അത് വർഷക്കോളം പോകേണ്ടി വരും, കാരണം ചെറിയ എമൗണ്ട് ആയിരിക്കുമല്ലോ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് അവര് ടോള് പിരിച്ചിരുന്നു. കൂടാതെ ഈ ടോള് ബിസിനസ് കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ടോളും കുറയും. അപ്പോ മണിയുടെ ഒരാവശ്യം, പണത്തിന്റെ ഒരു ആവശ്യം വരുന്നപ്പോ കോയിൻസ് ഇല്ലാണ്ട് ഒരു കണ്ടീഷൻ ആയിപ്പോയി. ആ കാലത്ത് ലോഹത്തിന്റെ കോയിൻസ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ സോൾജിയേഴ്സിനും ഓഫീസേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും ഒക്കെ, അതായത് രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവര് സാലറി കൊടുത്തിരുന്നത് കോയിനായിട്ടല്ല, ലാൻഡായിട്ടാണ്. ഇനി ത്രിപാർട്ടി സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മൂന്ന് പാർട്ടി തമ്മിലുള്ള മത്സരം. കനിയഭുജ ആദ്യത്തത്, അവിടെയാണ് ഹർഷന്റെ ക്യാപിറ്റൽ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഹിസ്റ്റോറിയൻസ് എന്താ പറയുന്ന വെച്ചാല് ഈ ഡൈനാസ്റ്റീസില് 3 ഡൈനാസ്റ്റീസ് ആരൊക്കെയാന്ന് വെച്ചാല് ഗുർജാര പ്രതിഹാരാസ് വെസ്റ്റേൺ ഇന്ത്യയിലും പാലാസ് ഓഫ് ബംഗാൾ, ബംഗാൾ ഇപ്പോഴത്തെ പ്രസന്റ് ബംഗാൾ ഏരിയയിലുള്ള രാജാക്കന്മാരെ പാലാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബംഗാളും ബീഹാറും കൂടെ ചേർന്നിട്ടുള്ള ഭാഗം. പിന്നെ വരുന്നത് രാഷ്ട്രകൂടാസ്. ഡെക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഇന്ത്യ എന്ന് പറയാം, അതായത് സെൻട്രൽ ഇന്ത്യ, ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ആ ഏരിയയില് അവിടെ മുഴുവനും കൃഷി ചെയ്തിരുന്നതും ധാന്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവിടത്തെ അത് ലാവ കൂൾ ഡൗൺ ആയിട്ടുള്ള ഫോർമാലിറ്റിയാണ്. ദാറ്റ് ഈസ് എ ബ്ലാക്ക് സോയിൽ. അതോടെ കോട്ടൺ ആണ് കൃഷി. അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനെയാണ് നമ്മൾ ട്രിപാർട്ടി സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഗുർജാര പ്രതിഹാരാസ് വെസ്റ്റേൺ ഇന്ത്യയില്, പാലാസ് ബീഹാറിലും ബംഗാളിലുമുള്ള പാലാസ്, രാഷ്ട്രകൂടാസ് ഓഫ് ഡെക്കാൻ. ഇവരുടെ എയിം എന്തായിരുന്നു, കന്യപൂജ പിടിച്ചടക്കണം. ഈ പരസ്പരം എല്ലാരും വഴക്കടിക്കുന്നത് കനിയപൂജ എന്നുള്ള കൃഷി സ്ഥലവും ഫെർട്ടൈൽ ലാൻഡും പിടിച്ച് അവരുടെ കയ്യിൽ കൊണ്ടുവരിക. ആ ശ്രമത്തിന്റെ ഇടയിൽ അങ്ങനെയാണ് ഹർഷവർദ്ധന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിട്ട് വരുന്നു. ഇനി പുഷ്യബുട്ടീസ് എന്ന് വെച്ചാൽ ആരാന്ന് പറയാം.
ഈ പല വിധത്തിലും ഫാമിലി നെയിംസ് ഉണ്ട്. പുഷ്യബുട്ടീസ്, ഒരു ഫസ്റ്റ് റൂളർ തനേശ്വർ എന്ന് പറഞ്ഞ ഹരിയാനയില്, ആ ഹരിയാനയിലായിരുന്നു ആ റൂളർ ഫസ്റ്റ് ഇത് പുഷ്യബുട്ടീസ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവര് ഹരിയാനയിൽ നിന്ന് അവര് കാലക്രമേണ അവര് കനൌജിലേക്ക് വരികയും ഉത്തർപ്രദേശിലുള്ള ഭാഗത്തേക്ക് അവരുടെ ഭരണത്തിനെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലെല്ലാം കൂടെ ഏറ്റവും കൂടുതലായിട്ട് ഹർഷചരിതത്തിലാണ് ഹ്യുവൻസാങ് ആ സമയത്ത് വരുന്നുണ്ട്. ആ ഹ്യുവൻസാങ്ങിന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് ഹർഷചരിത എന്ന് പറഞ്ഞ ആ കഥാപുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇവരുടെ പ്രതാപത്തിനെ പറ്റി അറിയാൻ പറ്റും, ഇവരുടെ ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി അറിയാൻ പറ്റും, ഇവരുടെ കോയിനേജ് അറിയാൻ പറ്റും. ബാണഭട്ട അനദർ റൈറ്റർ ഓൾസോ. അപ്പൊ ഈ താനേശ്വറിൽ വന്നിട്ടുള്ള എഴുത്തുകാരന്മാരും അല്ലെങ്കിൽ അധികാരികളും ഇവരുടെ പറ്റി ആ രാജ്യത്തിന്റെ പ്രശസ്തിയെ പറ്റി എഴുതിയിട്ടുണ്ട്. പുഷ്യബുദ്ധിന്റെയും ബാണഭട്ടയും പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് പ്രത്യേകമായിട്ട് പുഷ്യപതി വംശത്തിനെ പറ്റി എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇനി മഹാരാജാതിരാജ അതൊരു ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ സ്ഥാനപ്പേര്. മഹാരാജാതിരാജ. കാരണം പിന്നെ നമ്മളെ ചക്രവർത്തിയൊക്കെ വരുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ രാജാവും ഓരോ വാർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ വിജയിയാകുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ മാറി മാറി വരുന്നു. ബനസകര മാധവൻ പ്ലേറ്റ്സില് ഈ റോയൽ ആയിട്ടുള്ള സീലുണ്ട്. ഈ സീലിൽ കൂടെ, സീൽ എന്തിനാ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാല് ഇപ്പൊ നമ്മളുടെ ക്വീൻ എലിസബത്ത് മരിച്ച ശേഷം അവരുടെ പേരിൽ ഒരു സീൽ അല്ലെങ്കിൽ കോയിൻ ഉണ്ടാക്കി, സ്റ്റാമ്പ് ഉണ്ടാക്കി ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഒരാള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യാധികാരി മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഡ്യൂറേഷൻ, അവര് ജനിച്ച് വളർന്ന് രാജ്യം ഭരിച്ച സമയത്തുള്ള ഡ്യൂറേഷൻസിനെ പറ്റി അറിയിക്കാനും, എത്ര കൊല്ലം ജീവിച്ചിരുന്നു, എന്തൊക്കെ പരിണാമങ്ങൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധം ജയിച്ചു, അപ്പോൾ അതിനെ ഇൻകമ്മറി എന്ന് പറയും. അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ കോയിൻസ് ഇറക്കാറുണ്ട്, സീൽ ഇറക്കാറുണ്ട്, സ്റ്റാമ്പ് ഇറക്കാറുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടങ്ങളിലും അത് അങ്ങനെ ഒന്നൊരു സിറ്റുവേഷൻ ആണ്. മഹാരാജാതിരാജ, രാജന്മാരിൽ മഹാനായ രാജാവ്, അതാണ് മഹാരാജാതിരാജയുടെ ടൈറ്റിൽ എന്ന് പറയാം. വേണമെങ്കിൽ ചക്രവർത്തി എന്ന് പറയാം. ഓക്കെ, 10 രാജാക്കന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു രാജാവായിരിക്കും മഹാരാജാതിരാജ അല്ലെങ്കിൽ ചക്രവർത്തി. അല്ലെങ്കിൽ മഹാരാജാതിമാരെ കൂട്ടത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, പവർഫുൾ ആയിരിക്കണം, സാമ്പത്തികമായിട്ടും പവർഫുൾ ആയിരിക്കണം, ലാൻഡ് മുഖാന്തരം പവർഫുൾ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭരിക്കാൻ അറിയുന്നവരായിരിക്കണം. ഇത് കൂടാണ്ട് രാജാക്കന്മാരുടെ ഇടയിൽ നമുക്ക് 3 തരത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്. ഒന്ന് കല്യാണം കഴിച്ച് ബന്ധുബലം മുഖാന്തരം, പിന്നൊന്ന് വാർ മുഖാന്തരം, പിന്നൊന്ന് ഫ്രണ്ട്ഷിപ്പ് മുഖാന്തരം. അതിൽ നമ്മളിപ്പോ സാധാരണക്കാരായ മുഖരീസിന്റെ ഈ മഹാരാജാതിരാജന്റെ മൊണാർക്ക്, ഇൻഡിപെൻഡന്റ് മൊണാർക്കിയാണ്. അപ്പൊ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് നമ്മള് ഇന്ത്യൻ ക്ലാസിക്സിൽ പറയുന്നുണ്ട്. സീതേനെ കല്യാണം കഴിച്ചുകൊണ്ട് രാമന് ബന്ധുബലം കൂടി, അതേമാതിരി വേറെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടി, മുസ്ലിമായ വാവരെ കൂട്ടിയത് കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഓഫ് വാവരുടെയും അയ്യപ്പന്റെയും ബന്ധുബലം കൂട്ടി എന്നുള്ള. അപ്പൊ പരസ്പരം ഇങ്ങനെ കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, മാട്രിമോണിയൽ റിലേഷൻഷിപ്പ്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് വേജിങ് എ വാർ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കുക. അപ്പൊ ഈ 3 തരത്തിലും അവരവരുടെ കാലഘട്ടങ്ങളിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ അതിർത്തികൾ നിർത്തി കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മുക്രീസ് അങ്ങേരുടെ ഡോട്ടറെ രാജശ്രീയെ ഗാനവർമ്മനും കൂടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഇനി ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ കാലഘട്ടത്തിൽ 604
ഹൺസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഹൺസ് നോർത്ത് ഇന്ത്യയിൽ വരുന്ന വെസ്റ്റേൺ സൈഡിൽ കൂടെ വരുന്ന പുറം ദേശത്ത് നിന്ന് വരുന്ന ഹൺസിന്റെ അറ്റാക്ക് വരുന്നുണ്ട്. അപ്പൊ ബാണഭട്ട ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ വെച്ചാല്, പ്രഭാകരവർദ്ധന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഈ ഡിയർ അല്ലെങ്കിൽ ഒരു മാനിനെ പിടിക്കാനല്ല, അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നുള്ള ലെവലിൽ വരയ്ക്കും കൊണ്ടുപോയി പരാമർശിക്കുന്നു. ഇവിടെ രാജവർമ്മന്റെ സമയത്ത് ഹൻസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് അച്ഛന്റെ ഒരു അസുഖം കാരണം രാജവർദ്ധയ്ക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആ പ്രഭാകരവർദ്ധമാനൻ മരിച്ചു പോവുകയും ആ ഫാമിലിക്ക് ഇത്ര ട്രബിൾ, മരിച്ചു പോകുമ്പോൾ തലപ്പത്തുള്ള ആള് മരിച്ചു പോകുമ്പോൾ ആ കുടുംബത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് മാളവ കിങ് ഗാർഗവർമ്മനെ കൊല്ലുന്നു. കൊന്നതിന് ശേഷം രാജശ്രീനെ പ്രിസണറായിട്ട് അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ പറ്റുന്ന വെച്ചാലും മാൾവയിലുള്ളവരും ഗൗഡ കിങ്സും കൂടെ ഒരു അലയൻസായി. എന്നിട്ട് അവര് ഈ താനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശം എടുക്കുന്നു. അപ്പൊ രാജ്യവർദ്ധന ആ മാലവാസിനെ കീഴ്പ്പെടുത്തി കൊല ചെയ്ത ശേഷം ആ ശശാങ്ക എന്ന് പറഞ്ഞ ഗൗഡവ കിങ്ങിനെയും കൺട്രോളിലാക്കുന്നു. ഇങ്ങനെ ഹർഷവർദ്ധന്റെ റെസ്പോൺസിബിലിറ്റി കൂടി വരികയും ആ കൂട്ടത്തിൽ അങ്ങേര് സ്വന്തം രാജ്യത്തിനെ സ്ട്രോങ് ആയിട്ട് കെട്ടിപ്പടുത്തു കൊണ്ടുവന്നു. ഇനി പൊളിറ്റിക്കലി ഹർഷ എന്തൊക്കെ ചെയ്തു? പ്രശസ്തി എന്ന് പറയുന്നത് പ്രശസ്തി പത്രം. അപ്പൊ ഇതിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന, പ്രശസ്തിയിൽ കാണുന്നത് രാജാവിന്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ രാജാവിനെ പ്രശംസിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. ഇതിൽ കൂടെ യൂണിവേഴ്സൽ എംപററായ ചക്രവർത്തി എന്ന് പേര് ഉപയോഗിക്കും, സർവഭൗമ കിങ് എന്ന് പേര് ഉപയോഗിക്കും. ഇതൊക്കെ അവിടെ കാണുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. ഒരു രാജാവിന്റെ കൂടുതൽ പരാമർശിച്ച് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് രാജാവിന്റെ പ്രശംസ പറയാണ് പ്രശസ്തി. ചരിത കാവ്യം എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി. ഇപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ, എന്റെ ജീവചരിത്രം ഞാൻ സ്വയം എഴുതുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഓട്ടോ ബയോഗ്രഫി. ഓട്ടോ മീൻസ് നമ്മൾ സ്വയം എഴുതുന്ന നമ്മളുടെ ജീവചരിത്രം ഓട്ടോബയോഗ്രഫി. ഒരാളെ പറ്റി, രാജാവിനെ പറ്റി വേറെ തേർഡ് പേഴ്സൺ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബയോഗ്രഫി. അതിന്റെ പേര് ബയോഗ്രഫി എന്നാണ്. ഇവിടെ ചരിതം എന്ന് പറഞ്ഞാൽ അതാണ് ചരിത്രം. കാവ്യം എന്ന് വെച്ചാൽ പോയം. അപ്പൊ ഈ ബയോഗ്രഫി ഒരാളുടെ ജീവചരിത്രത്തിനെ പോയം മാതിരി എഴുതിയുണ്ടാക്കുന്നു. എന്നിട്ട് അത് രാജാവിന് സമർപ്പിക്കുന്നു. രാജാവിനെ പറ്റിയാണ് എഴുതുന്നത്. രാജാവിന്റെ ചരിത്രം, രാജാവിന്റെ ജന്മം, രാജാവിന്റെ വളർച്ച, രാജാവ് ആരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് രാജാവിന്റെ പെരുമാറ്റം ഉണ്ടായിരുന്നതെന്നൊക്കെ ഈ ബയോഗ്രഫിയിൽ കൊണ്ടുവരും. അപ്പൊ അത് പ്രശംസാ പത്ര രൂപത്തിൽ അങ്ങേരെ ഏൽപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത് ഹർഷചരിത, ദ ലൈഫ് ഓഫ് ഹർഷ. അതായത് ഹർഷന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ. ആ ഹർഷത്തിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ചരിതകാവ്യം, ചരിത്രത്തിനെ കാവ്യരൂപത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ചരിതകാവ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. ഇതിൽ ബാണഭട്ട എന്ന് പറയുന്ന പോയറ്റ് റിലേറ്റ് ചെയ്യുന്നത് കഥ മുഴുവനും ഹർഷവർദ്ധനന്റെ ഉയർച്ചയെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് പല വിധത്തിലുള്ള സോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഒരാളെ പറ്റി എഴുതണമെങ്കിൽ അതിന് വേണ്ട സോഴ്സസ് ഉണ്ടാക്കണം. രാമപാല എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാൾ ബീഹാറുള്ള റൂളർ, വിക്രമാദിത്യ ആറാമൻ, വെസ്റ്റേൺ ചാലൂക്യ ഡൈനാസ്റ്റിന്റെ വിക്രമാദിത്യൻ ആറാമൻ. കുമരപാല, ചാലൂക്യ ഡൈനാസ്റ്റി, ഗുജറാത്തിന്റെ ചാലൂക്യ ഡൈനാസ്റ്റി ആയ കുമരപാല. ഇവരൊക്കെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഈ ചരിത കാവ്യത്തില് രാമചരിത, വിവേകാനന്ദ ചരിത,
കുമാരപാല ചരിത റെസ്പെക്ട് എല്ലാ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ചരിതം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സോഴ്സസ് എന്ന് പറയുന്നത്. എവിടെ നിന്നും നമുക്ക് ഇത് കിട്ടുന്നു. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡു മോർ ഓഫ് എന്താ പറയാ ഡാറ്റ കളക്ഷൻ. അതിനാണ് നമ്മൾ ഇവിടെ ലിറ്ററേച്ചർ സോഴ്സസ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് പുറമേയിൽ നിന്ന് ചൈനയിൽ നിന്ന് വന്ന ജാങ് അങ്ങേര് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിരുന്നു. 6029 മുതൽ 645 വരെ സെഞ്ചുറിയിൽ 629 മുതൽ 645 ഈ കാലഘട്ടത്തിൽ ചൈനീസിന്റെ യാത്രാ വിവരണം ട്രാവലറായ സാങ് സുങ്ങിന്റെ യാത്രാ വിവരണത്തിലും ഈ ഹർഷനെ പറ്റിയും ഹർഷന്റെ പ്രശംസയെ പറ്റിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കിട്ടിയ സോഴ്സസിനെ നമ്മൾ അതിനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത്, എനിക്ക് ഈ ഒരു ഡാറ്റ കിട്ടിയാൽ അതിൽ നിന്ന് ഞാൻ എന്ത് വിധത്തിൽ പരാമർശിക്കുന്നു, ദാറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോ ഹർഷൻ ഒരു ബാണഭട്ടയ്ക്കും ഇന്ത്യയിലുള്ള ബാണഭട്ടയുടെയും ചൈനീസ് ട്രാവലറായ സാങ് സുങ്ങിന്റെയും പേട്രൺ ആയിരുന്നു. പേട്രൺ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രോത്സാഹിപ്പിക്കുന്ന ആളെന്നർത്ഥം. അവരെ എഴുതാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പേട്രൺ, ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, അങ്ങനെ ആക്കാം. ഇനി ഈ പ്രോജക്റ്റില് ഹർഷന്റെ ജീവചരിത്രം, നോർത്ത് ഇന്ത്യയിലുള്ള ഹർഷന്റെ ജീവചരിത്രമാണ് ഇതിനെ അവര് മൂലമായ അല്ലെങ്കിൽ മൂലാധാരമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ പേട്രണേജ് കാരണം അവരുടെ പ്രോജക്ട്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വരുന്നത് കൊണ്ടും അവർക്ക് നോർത്ത് ഇന്ത്യനെ മുഴുവനും പരാമർശിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടും ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ, എവിടെയെങ്കിലും ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് അവിടെ ലാസ്റ്റ് എംപറർ ആയിരുന്ന ഹർഷന്റെ മിഡീവൽ പീരീഡില് എന്തായിരുന്നു കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി തന്നെ മൗര്യസിന്റെയും ഗുപ്തൻസിന്റെയും തുടക്കങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇത് കൂടാണ്ട് ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിം കോൺട്രിബ്യൂഷൻ, രജപുട്സ് എന്ന് പറഞ്ഞാൽ രജപുത്രന്മാര് പറയാം നോർത്ത് ഇന്ത്യയില്, അതേമാതിരി മുസ്ലിം ഇൻഫ്ലുവൻസും ഇവിടെ കാണുന്നുണ്ട്. ഹർഷന്റെ ഈസ്റ്റേൺ ക്യാമ്പയിൻ, ഈസ്റ്റേൺസ് എന്താ കിഴക്ക് വശത്ത് പോയിട്ട് ഹർഷൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പയിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത്. ഗൗഡസിംഗ സസാംഗയും മലാവ കിങ് ദേവഗുപ്തയും ഒരു ട്രബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ട്രബിള്? ഗാരവർമ്മനെ കൊന്നു. അപ്പൊ മുഹാരി കിങ് ആയ ബ്രദർലോ, മുഹാരി എന്ന് പറഞ്ഞ കിങ് ബ്രദർലോ ആയിരുന്നു ഹർഷന്റെ. അത് മാത്രമല്ല അവര് ക്യാപ്ചർ ചെയ്തു കനുപൂജ. രാജവർദ്ധന കാൻഡിപ്പ് ചെയ്തപ്പോ ഹർഷന്റെ എൽഡർ ബ്രദർ, മൂത്ത സഹോദരൻ ആ ക്യാമ്പിൽ, എനിമി ക്യാമ്പിൽ വെച്ച് മരണപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സഹോദരീനെ രക്ഷിക്കുകയും ഗാരവർമ്മന്റെ വിഡോ ആയ ക്വീൻ രാജശ്രീനെ ഹർഷ തിരിച്ചു കൊണ്ടുവന്ന് ത്രോൺ കൊടുത്തിട്ട് അവർക്ക് സിംഹാസനം കൊടുത്ത് ബാക്കിയുള്ള മുഹാരിസിനെ അവിടെ വേറെ ആർക്കും കൊടുക്കാണ്ട് ക്വീന് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് കാര്യം. കൂടാണ്ട് ഈ ആരാണോ അവരെ വിധവാക്കിയത് അവരുടെ പേരിൽ ശശാങ്കന്റെയും രാജ്യങ്ങൾ പിടിച്ചടക്കുകയും കാരണം അവര് ഹർഷനെ കീഴ്പ്പെടാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് അത് പിടിച്ചടക്കി അത് നമ്മുടെ സ്ഥലത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കിഴക്ക് വശത്തുള്ള ക്യാമ്പയിൻ. ഇനി വെസ്റ്റേൺ സൈഡില് എന്ത് ആക്ഷനാണ് എടുത്തത്? ഇവിടെ വലഭി എന്ന് പറഞ്ഞ സൗരാഷ്ട്രയിലുള്ള വലഭി ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ കിങ്ഡം വലഭിയാണ്. അവിടെ ആണ് വാസൽസ് ആയിട്ട് ഗുപ്തന്മാരുടെ അതീതതയിലുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഹർഷനും മൈത്രിക ഡൈനാസ്റ്റി ലിറ്റിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും, കാരണം ഇവര് സദേൺ ഗുജറാത്തിൽ നിന്ന് വന്നവരാണ്. മളാവാസ് ഗുജറാത്ത് ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ, പ്രത്യേകമായിട്ടുള്ള ഒരു പൊസിഷൻ
കിങ്ഡത്തില് ഹർഷന്റെ കൂടെ കൊണ്ടുവരികയും ചാലൂക്യ പുലികേശൻ സെക്കൻഡ് നോർത്തിലും സൗത്തിലും നർമ്മദയുടെ 2 ഭാഗങ്ങളിലും നോർത്തിലും സൗത്തിലും ചാലൂക്യ റൂളറായ പുലികേശൻ സെക്കൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഹർഷയ്ക്ക് പുലികേശനെയും ഈ 3 പേരെയും ഒരുമിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യം വന്നു. അപ്പോൾ പുലികേശൻ സെക്കൻഡിനെ ഈ റൂളേഴ്സിനെ മുഴുവനും വാസൽസ് ആക്കി അവിടെ അഹിയോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ക്രിപ്ഷൻ എഴുതി ഉണ്ടാക്കുന്നു. ഇതിൽ കൂടെ വളബി കിങ്ഡമും അവിടെ സമാധാനം കെട്ടിപ്പടുക്കുകയും മാത്രമല്ല ഒരു മാട്രിമോണിയൽ അലയൻസസ് ഒരു വിവാഹം സംബന്ധം ഈ 2 രാജാക്കന്മാരും തമ്മിലുള്ള വിവാഹ സംബന്ധം ഉണ്ടാക്കുകയും അതിന് ഒരു സമാധാനം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. വെസ്റ്റേൺ സൈഡില് നേരത്തെ പറഞ്ഞത് ഈസ്റ്റേൺ സൈഡാണ് ഗുജറാത്ത്, നമ്മുടെ വെസ്റ്റേൺ സൈഡ് ഗുജറാത്ത്, ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞത് ബംഗാൾ ആൻഡ് ബീഹാർ ഏരിയ. ഇനി കോൺഫ്ലിക്റ്റ്, പുലികേശൻ സെക്കൻഡുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധം വരാനുള്ള കാരണം എന്താണ്? ഈ റിവർ നർമ്മദയുടെ ബോർഡറിൽ കൂടിയാണ് ഈ ഇവരുടെ അതിർത്തി കടക്കുന്നത്. ഈ അഹിഹോൾ ഇൻസ്ക്രിപ്ഷനില് പുലികേശൻ പറയുന്നുണ്ട് ഹർഷന്റെ ജോയ് അല്ലെങ്കിൽ ഹർഷവർദ്ധൻ അങ്ങേരുടെ ആനകൾ യുദ്ധക്കളത്തിൽ വീഴുന്നത് കണ്ടിട്ട് ഹർഷൻ പേടിച്ചു പോയി എന്ന് പുലികേശൻ സെക്കൻഡ് പരാമർശിക്കുന്നു. പക്ഷെ അതേസമയം ഹ്യുൻസാങ് പറയുന്നത് എന്താ വെച്ചാല് ഹർഷൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഇനി പുലികേശന്റെ അടുത്തുള്ള ഒരു സന്ധി വഴി പോകാന്നുള്ള ഒരു പരാമർശത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്തൊക്കെയായാലും പുലികേശന് ടൈറ്റില് പരമശിവ പറഞ്ഞിട്ട് ഡിഫീറ്റ് ചെയ്ത് സകലോത്തര പരത്വേശ്വര ഹർഷ എന്നുള്ള ഒരു ടൈറ്റിലും കൊടുത്ത് അവിടെ നിർത്തുകയാണ്. ഇനി ചേഞ്ച് ചെയ്ത് വരുന്ന എന്താ, പൊളിറ്റിക്കലി ചേഞ്ച് ചെയ്ത് വരുന്ന എന്താ നോക്കാം. നമ്മുടെ ഒരു സോവറിനിറ്റി, ഒരു രാജാവിന്റെ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ സ്വാതന്ത്ര്യം. അതിൽ മഹാരാജാതിരാജ, പരമേശ്വര, പരമാ ഭക്താരക ഇതൊക്കെ ടൈറ്റിൽസ് ആണ്. സാധാരണ ഒരു രാജാവ് മരിക്കുമ്പോ രാജാതിരാജൻ, അല്ലെങ്കിൽ ഇപ്പൊ ഗംഗൈ രാജ്യത്തെ പിടിച്ചടത്തപ്പോൾ ആ രാജാവിനെ ഗംഗൈ കൊണ്ട ചോള എന്ന് പറയും, ഗംഗൈ കൊണ്ട ചോളവൻ. അപ്പോ ആ ഗംഗൈ കൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഗംഗൈനെ ആ ഗംഗാ നദീ തീരത്ത് പിടിച്ചടക്കിയ രാജാവ്, ചോള രാജാവ് സോ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോ ഇവിടെ സാമന്ത ചക്ര, സർക്കിൾ ഓഫ് ഫ്യൂഡേറ്ററീസ് എന്ന് പറയാം. സാമന്ത ചക്ര എന്ന് വെച്ചാൽ സർക്കിൾ, ഫ്യൂഡേറ്ററി സാമന്ത എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, സാമന്ത എന്ന് വെച്ചാൽ ഫ്യൂഡേറ്ററി, ഒരു ഫ്യൂഡൽ ലോർഡ്. നമ്മളുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ധനവാൻ അല്ലെങ്കിൽ ജമ്മി, റൈറ്റ്? അതിനെ ഒരു സർക്കിൾ ആക്കുന്നു. ഈ ഇതിലൊക്കെ ഇവിടെ വേറെ ചെറിയ ചെറിയ ടൈറ്റിൽസ് കൂട്ടിക്കൊണ്ടുവരാണ്. മഹാരാജ, സാമന്ത, മഹാസാമന്ത, സാമന്ത, പിന്നെ മഹാസാമന്ത, രണക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടൈറ്റിൽസ് ഒക്കെ കൊടുത്തു കൊണ്ടുവന്നു. ഈ ടൈറ്റിലും ഡെസിഗ്നേഷനും, ടൈറ്റിൽ കിട്ടി കഴിയുമ്പോൾ അവർക്ക് ഡെസിഗ്നേഷൻ. ഇപ്പൊ നമ്മള് ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക്, സൂപ്രണ്ടന്റ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ ഡെസിഗ്നേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ റാങ്ക് മാറും, അവരുടെ ടയർ മാറും. ഫസ്റ്റ് ഗ്രേഡ് സ്വീപ്പർ, സെക്കൻഡ് ഗ്രേഡ് സ്വീപ്പർ, അങ്ങനെ ഓരോ ഗ്രേഡ് മാറുന്നവരും അവരുടെ ഫങ്ഷനും മാറും. അവരുടെ ലാൻഡ് കിട്ടുന്ന ശമ്പളം അത് ധനമായിട്ടല്ല, ലാൻഡായിട്ട് കിട്ടിയാലും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആണത്. ഇനി അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ചെയ്യാം? ഇവിടെ ടാക്സസ് വലിയ ടാക്സസ് അല്ല, പക്ഷെ ഒരു ഫാർമറിന്റെ പ്രൊഡക്ഷന്റെ 1/6 1/6 ഭാഗം രാജാവിന് കൊടുക്കണം. ഹർഷൻ ഭയങ്കര സ്ട്രോങ് ആയ റൂളർ ആയതുകൊണ്ടും കോൺഫിഡൻസും ലോയൽറ്റിയിലും മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ടും ഇതേ മാറ്ററിനെ പറ്റി ഹ്യുൻസാങ് പറയുന്നുണ്ട്. ഈ ഹർഷന്റെ എബിലിറ്റി, ഹർഷന്റെ റൂളിംഗ് എബിലിറ്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഹർഷൻ ഒരു ദിവസത്തിന് 3 ഭാഗമായിട്ട് വിരിച്ചു കൊണ്ടുപോവാണ്.
ഒരു ഭാഗം ഒരു ദിവസത്തിന്റെ സമയത്തിന് 3 ഭാഗിച്ചിട്ട് ഒരു ഭാഗം കിങ്ഡത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയും ബാക്കി 2 ഭാഗം മതപരമായ കാര്യങ്ങളുടെ പരാമർശത്തിന് വേണ്ടിയും ഭാഗിച്ചിരുന്നു. ഒരു ദിവസത്തിൽ ഇപ്പൊ രാവിലെ തൊട്ട് ഇത്ര മണി വരെ, ഉച്ചയ്ക്ക് ഇത്ര മണി തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരത്തിൽ അപ്പൊ 3 ഘട്ടമായിട്ട് ഒരു ദിവസത്തെ ഭാഗിച്ച് 2 ഘട്ടത്തിൽ റിലീജിയസ് മതപരമായ കാര്യങ്ങളും ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെതായ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഈ അഫയേഴ്സ് ഒക്കെ നോക്കി വരുമ്പോൾ സെക്കുലർ ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അതിന്റെ സെക്കുലറിസത്തിൽ കൂടാണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി, ഫ്രീ ഹൗസ്, റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കി ഹൈവേയില്, അതായത് സത്രം, ചാരിറ്റി ചെയ്തു, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ്സ്, മതപരമായ ഡിബേറ്റ്സ് നടത്തി. ഹൈവേയിൽ ഉണ്ടായിരുന്ന റോഡില് ഹൈവേയിലൊക്കെ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസും ഷെയ്ഡി ട്രീസും വെച്ചു. ട്രാവൽ ചെയ്യുന്നവർക്ക് ഫലവും കിട്ടണം, ഷെയ്ഡും കിട്ടണം. അങ്ങനെ ഒരു വെൽഫെയർ വിഷനിലാണ് അത് ചെയ്തിരുന്നത്. ഇതുകൂടാണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഹർഷൻ എന്ന് പറയുന്ന രാജാവ് സ്വയം ആൾക്കാരുടെ സ്വന്തം ആൾക്കാരുടെ നല്ല കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നർത്ഥം. ലോക്കൽ ജോഗ്രഫി നല്ലപോലെ അറിയാം, അതേമാതിരി തന്നെ ആൾക്കാരുടെ ടെമ്പറാമെന്റ് നല്ലപോലെ അറിയാം, എങ്ങനെ അവർ പെരുമാറുന്നുള്ളത് അറിയാവുന്ന കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വയം എടുത്ത് ചെയ്യാൻ ഹർഷന് സാധിച്ചപ്പെട്ടത്. പിന്നെ പേഴ്സണലായിട്ട് ഓഡിയൻസിനെ വരവയ്ക്കും, ആൾക്കാരോട് പേഴ്സണലായിട്ട് സംസാരിക്കും, അവരുടെ ലീഡേഴ്സ് ആരാണോ അവരോട് സംസാരിക്കും, അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത് മാത്രമല്ല, നോർത്തില് അതേമാതിരി ഹർഷന് റൈവലായ പുലികേശൻ സെക്കൻഡിനെയും ഒരു ടൈറ്റിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. സപ്തലോകപദ ഈശ്വര, ലോർഡ് ഓഫ് ദ എൻറ്റയർ നോർത്ത് എന്നർത്ഥം. ഇനി ദ ട്രപ്പാട്ടി സ്ട്രഗിൾ കനൌജിൽ വരുമ്പോഴത്തേക്കും റോയൽ പവർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയും ഈ റൈവലറി ഗൗഡ കനൗജയും 2 പവേഴ്സും തമ്മിൽ ഹർഷനെ റെപ്രസെന്റ് ചെയ്തിരുന്നത് കനൗജും സസാനയാണ്. അവിടെ ഗൗഡയും അൾട്ടിമേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് കോൺഫ്ലിക്റ്റ് പാലാസ് നോർത്തില് റൈറ്റ് സൈഡ് ഈസ്റ്റേൺ സൈഡിലെ ബംഗാളും ബീഹാറും ഗോഡേശ്വര് നേരത്തെ കൺട്രോളിൽ ഞാൻ പറഞ്ഞിരുന്നു. നോർത്ത് ഇന്ത്യയില് ഈ മിഡിലായിട്ട് ഗുർജാരയും പ്രതിഹാരാസും കനൗജില് കൺട്രോൾ ചെയ്തിരുന്നു. ഇനി ഇതില് വേരിയഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ 3rd ചാപ്റ്ററിൽ ഇത്രയും ആണ് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ കൂടെ അവര് കാണിക്കുന്നത് മുഴുവന് റെപ്രസെന്റേഷൻ ആണ്, എത്രത്തോളം രാജാവിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ, അതായത് ആ പൊളിറ്റിക്കൽ കാലഘട്ടങ്ങളിൽ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ 9ാമത്തെ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കലി രാജാക്കന്മാരുടെ പവറ്, അതിന് രാജകവികൾ കോർട്ടിലുള്ള കവികൾ എത്രത്തോളം അതിനെ പരാമർശിക്കുന്നു, വരുന്നവരെ കൊണ്ട് അവര് എന്തെല്ലാം ചെയ്യിച്ചു എന്നുള്ളതോടുകൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് കിങ്ഡം ഡെക്കോണിലും സൗത്ത് ഇന്ത്യയിലും. ദക്ഷിണ എന്ന് വെച്ചാൽ സൗത്ത് എന്നാണ് അർത്ഥം. ദക്ഷിണ എന്ന് പറയുന്ന ഭാഗത്തിനാണ് നമ്മളെ ഡെക്കാൻ. ഇപ്പൊ നമ്മൾ പ്രസന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മഹാരാഷ്ട്രയാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആ മഹാരാഷ്ട്രയില് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് സോയിലാണ്. കാരണം അത് ഡെക്കാൻ പ്ലാറ്റ്യൂ, അതായത് ഭൂമി ഉത്ഭവകാലത്ത് ഉണ്ടായ ലാവ ഉണങ്ങി അല്ലെങ്കിൽ കട്ടിയായതാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ. അതായത് അഗ്നിപർവ്വതത്തിൽ നിന്ന് ഉതിർന്ന ലാവ പുറത്തു വരികയും അത് അത് ജോഗ്രഫിയാണ് ഞാൻ പറയുന്നത്, അത് തൂളായതിനു ശേഷം ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പൊ വേറെ സാധനങ്ങൾ അവിടെ വളരില്ല, കോട്ടനെ വളരുള്ളൂ. ഇനി ഇതിന്റെ കൂടുതൽ തന്നെ ഡെൽറ്റാസ് ഉണ്ട്. ഡെൽറ്റാസ് എന്ന് പറയുന്നത് നദികൾ ഡെൽറ്റാനെ നമ്മൾ എന്താ പറയണേ, ഒരു നദി ഒഴുകി കടലിൽ ചേരുമ്പോൾ അവിടെ അതിന്റെ പോക്കിന്റെ ദ്രുതഗതി കുറഞ്ഞു വരുമ്പോഴത്തേക്കും അത് ആ വെള്ളം കൊണ്ടുവരുന്ന
ലവണങ്ങളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ആവും, വെള്ളം മാത്രം കടലിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിൽ ഡെൽറ്റാസ് ഫോം ആവും. ഡെൽറ്റാസ് എപ്പോഴും വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഇവിടെ നമ്മൾ ഡബിൾ ഡെൽറ്റ എന്ന് പറയുന്നു. ഡബിൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഗോദാവരിയുടെ ഡെൽറ്റയുണ്ട്, കൃഷ്ണയുടെ ഡെൽറ്റയുണ്ട്. അതായത് നദികൾ കടലിൽ ചേരുന്നതിന് മുമ്പുള്ള ഭാഗത്തിനാണ് ഡെൽറ്റ ഫോർമേഷൻ വരിക. ഇപ്പൊ ഇവിടെ ഹിസ്റ്ററി ആൾക്കാരും ജോഗ്രാഫേഴ്സും പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വരുമ്പോൾ ഡെക്കാണിനെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ കാലഘട്ടത്തിൽ മൗര്യൻ എംപയർ സൗത്ത് ഇന്ത്യയുടെ മേജർ ആയിട്ടുള്ള ബാക്കിയുള്ള എംപയർ, ഡെക്കാണിലെ മൗര്യൻ എംപയർ ആയിരുന്നു. എംപയർ നടത്തിക്കൊണ്ടുപോയത് ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയം തൊട്ട്. ഇനി അതേസമയം സൗത്തില് ഡെക്കാൻ കഴിഞ്ഞ സൗത്ത്, നമ്മളിപ്പോ ഇവിടെ നിന്ന് ബോംബെക്ക് പോകുമ്പോൾ നമുക്ക് ആ ട്രെയിനിൽ പോകുമ്പോൾ ആ ഫീലിങ്സ് നല്ലപോലെ വ്യത്യാസം പറ്റും. വെതറിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും, മണ്ണിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇത് സൗത്ത് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെക്കാൻ കഴിഞ്ഞാണ് നോർത്ത് ഇന്ത്യ. അപ്പൊ ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ്, സത്യപുരാസ് ഇവരാണ് സദേൺ സൈഡിൽ, അതായത് ഈ ഇന്ത്യയുടെ പെനിൻസുലർ കൺട്രിയുടെ സദേൺ ഭാഗത്തുള്ളതാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ. ഇവിടെ ഡിക്ലൈൻ ചെയ്യുന്നത് ആരാണ്? ശതവാഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ഡിക്ലൈനേഷൻ വരുമ്പോൾ ഒരു ഡൈനാസ്റ്റി താഴ്ന്നു പോകുമ്പോൾ അടുത്തൊരു ഡൈനാസ്റ്റി പൊങ്ങി വരുന്നു. ഇതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയൻസ് കൊണ്ടുവന്ന് സക്സസേഴ്സ് ഓഫ് ശതവാഹനാസ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ മഹാരാഷ്ട്രയില് അബിഹാരാസ് ഉണ്ട്. അവര് ആർമി കമാൻഡേഴ്സ് ആയിരുന്നു, ഷാക്ക കിങ്ഡത്തിന്റെ ആർമി കമാൻഡേഴ്സ് ആയിരുന്നു. അവര് കിങ്ഡത്തിന്റെ 3 ഭാഗവും 1/3 ഭാഗം അവര് കണ്ടിന്യൂസ് ആയിട്ട് കിങ്ഡത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിനെ കെട്ടിപ്പടുത്താൻ സഹായിച്ചിരുന്നു എന്ന് പറയാം. ഇനി ഈ ലൈനില് ഈശ്വരസേന എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ഈശ്വരസേന 2248 മുതൽ 49 സെഞ്ചുറിയിൽ ജീവിച്ചിരുന്നു. അങ്ങേരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ലേറ്റർ ഓൺ അങ്ങനെ പരാമർശിക്കപ്പെടുന്നത് കലച്ചൂരി ചേട ഇറ. ആ കാലഘട്ടത്തിന്, അങ്ങേന്റെ കാലഘട്ടത്തിന് 248 മുതൽ 249 വരെയുള്ള സെഞ്ചുറിയിലുള്ള ആ കാലഘട്ടത്തിലെ, കാരണം ഈശ്വരസേനന്റെ കാലഘട്ടത്തിന് കലച്ചേരി ചെടി ഇറ എന്ന് പറയുന്നു. ഇനി വിദർഭ മഹാരാഷ്ട്രയിൽ എവിടെയാണ്? മഹാരാഷ്ട്ര പ്ലാറ്റ്യൂല് ഡോമിനേറ്റ് ചെയ്യുന്നത് വടക്കാസാണ്. ഈ മൈനർ രാജാക്കന്മാര് ക്വാർട്ടർ ആയപ്പോഴത്തേക്കും, 3ാമത്തെ സെഞ്ചുറി ആയപ്പോഴത്തേക്കും പവർഫുള്ളായി വന്നു. പവർഫുള്ളായി വന്നതിന് ശേഷം മധ്യപ്രദേശത്തിൽ അങ്ങോട്ട് സെറ്റിലായി. ഇനി 2 വടക റൂളേഴ്സ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് വടക റൂളിംഗ് കിങ്സ് ഉണ്ട്. ഒന്ന് ഈസ്റ്റേൺ മഹാരാഷ്ട്ര, അതായത് ഈസ്റ്റേൺ എന്ന് വെച്ചാൽ കിഴക്ക് വശം, മഹാരാഷ്ട്രയുടെ കിഴക്ക് ഭാഗം വിദർഭ റീജിയൻ ആണ് കിഴക്ക് ഭാഗം. പിന്നെ കൊളാട്രൽ ബ്രാഞ്ച് ആയ ബേസിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് സദേൺ മഹാരാഷ്ട്ര. ഇപ്പൊ നമ്മള് മനസ്സിൽ കണക്ക് കൂട്ടി നോക്കിയാൽ സൗത്ത്, നോർത്തിന്റെ ഈസ്റ്റ്, ഇന്ത്യൻ പെനിൻസുല നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഈ വടക രാജാവില് പ്രാർവസേന 1 അങ്ങ് വളരെ മെയിൻ ലൈനിലുള്ള രാജാവായിരുന്നു. ഭയങ്കരമായിട്ടുള്ള സാമ്രാട്ടായിരുന്നു വടകാസില്. ഇനി വേദിക് സാക്രിഫൈസസ് ഉണ്ടാക്കുകയും പലവിധമായ മതപരമായ കാര്യങ്ങൾ ചെയ്യും, ലാൻഡ് എല്ലാം ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുകയും, അങ്ങനെ പീസ് ലവിങ് പീപ്പിൾ ആയിട്ടും, കൂടാതെ വിവാഹ ബന്ധത്തിൽ കൂടെ സ്വയം രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടി നെയ്ബേഴ്സുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പില് വടകാസ് പോയിക്കൊണ്ടിരുന്നു. ഇനി ഇതിന്റെ അടുത്തത് കർണാടക. ഈ കോസ്റ്റൽ സ്ട്രിപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നോർത്തേൺ കർണാടക, നോർത്ത് കാനറ, ഇത് നോർത്തില് വരുന്നത് കാവ്ഡ് ഔട്ട് ഓഫ് ചൂട്ടീസ് എന്ന് പറയും. ഇവിടെ 4ാമത്തെ സെഞ്ചുറിയിൽ ദേവർ റീപ്ലേസ് ചെയ്ത് സപ്ലാന്റ് ചെയ്ത് വരുന്നതിന്റെ പേരാണ് കടംബാസ്. ഈ കിങ്ഡം ആരാണ് ഉണ്ടാക്കിയത്? മയൂരശർമ്മൻ. ഈ മയൂരശർമ്മൻ
എക്സ്പെർട്ട് ആണ് ഗറില്ല വാർഫെയറിൽ. അതേമാതിരി തന്നെയാണ് നമുക്ക് മഹാരാഷ്ട്രയെ പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാണ്ടിരിക്കേണ്ട പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഗറില്ല വാർഫെയർ ടെക്നിക്സ് ശിവജിയും ഫോളോ ചെയ്തിരുന്നു. ഗറില്ല വാർഫെയർ ടെക്നിക്സ് അതായത് മലയന്തരങ്ങള് മലയും രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം അറിയുന്ന ടെക്നിക്കൽ വാർഫെയറിനാണ് ഗറില്ല ടെക്നിക്സ് പറയുന്നത്. നമ്മൾക്ക് സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സ്ഥലമായിട്ട് പരിചയമുള്ളവർക്ക് അങ്ങനെ വാർഫെയർ ടെക്നിക്സ്, മൗണ്ടൻ റാറ്റ് എന്നാണ് നമ്മൾ ശിവജിയെ വിളിച്ചത്. കാരണം ആ മൗണ്ടൻ റേഞ്ചിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, പ്രത്യേക കഴിവ്, എങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്ന് അങ്ങേർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ശിവജിനെ മൗണ്ടൻ റാറ്റ് എന്ന് പേരിട്ട് വിളിച്ചിരുന്നത്. ഇതേമാതിരി ഇവര് ഗറില്ല വാർഫെയർ ടെക്നിക്സ് ഉപയോഗിച്ച് കാഞ്ചീപുരം, ഇപ്പൊ അത് സൗത്ത് ഇന്ത്യ, അഗൈൻ ഇങ്ങനെ ഈ രാജ്യത്തിന് ഇങ്ങനെ വരുന്ന രാജ്യത്തിന് വേണം മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കാനായിട്ട്. ഈ കാഞ്ചീപുരം എന്ന് പറയുന്നത് പല്ലവാസ്, അതായത് നമ്മുടെ മെഡ്രാസ് ഏരിയ പല്ലവാസ് ആണ് മഹാബലിപുരം ആ ബിൽഡിങ്സ് ഒക്കെ അവിടുത്തെ രഥങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവരുടെ തലസ്ഥാനം കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം ഈ ഗറില്ല വാർഫെയറില് മയൂര ശർമ്മൻ കാഞ്ചീപുരത്തിലുള്ള രാജാക്കന്മാരോട് തങ്ങളുടെ ആധിപത്യം സ്വീകരിക്കാൻ നിർബന്ധിച്ചു. അതുകൂടാണ്ട് മയൂര ശർമ്മൻ കുതിരകളെ അശ്വമേധയാഗം, അശ്വത്തിനെ തുറന്നുവിടും, അതിന്റെ തോളിൽ ഇവിടെ രാജാവിന്റെ ഏത് രാജാവാണോ അശ്വമേധയാഗം നടത്തുന്നത് അവരുടെ ചിഹ്നം ഹോഴ്സിന്റെ തലയിൽ ഉണ്ടാവും, കൊടി ഉണ്ടാവും. അത് ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ അവർ രാജാവുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ വിജയിക്കണം, അല്ലെങ്കിൽ സറണ്ടർ ആവണം. സറണ്ടർ ആയാൽ ആ രാജ്യം അവരുടെ വിജയിച്ച രാജാവിന്റെ കീഴിൽ വരും. അതാണ് ഈ അശ്വമേധ യാഗം ചെയ്യുന്നതിനുള്ള ഒരു കരുതി. ഓപ്പൺ ആയിട്ട് കുതിരനെ വിടുകയാണെങ്കിൽ ഭടന്മാർ പിന്നാലെ ഉണ്ടാവും. ഏത് രാജാവാണോ അത് നമ്മള് രാമായണത്തിൽ ലവകുശന്മാര് ദുഷ്യന്തന്റെ കുതിരയെ പിടിച്ചു നിർത്തുകയും അച്ഛനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ലക്ഷണമാണത്. അപ്പൊ അങ്ങനെ മയൂരവർമ്മനും മയൂരശർമ്മനും ഒരു ക്ഷത്രിയ ഗ്രൂപ്പിൽ നിന്നുള്ള ബ്രാഹ്മണ വർമ്മൻ ക്ഷത്രിയ, ടിപ്പിക്കൽ ക്ഷത്രിയ എന്ന് പറയുന്നത് സർനെയിമാണ്. സർമൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സർനെയിമാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഡിവിഷൻ ഓഫ് കടമ്പ റീജിയൻ രണ്ട് വിധത്തിൽ മാറ്റി. ഒന്ന്, രണ്ട് ഫാമിലിയുടെ വഴി, വൈജയന്തി, വനവാസി, പിന്നൊന്ന് പൽസക, ഹൽസി, രണ്ട് ക്യാപിറ്റൽസും രണ്ട് ഭാഗമായിട്ട് പിരിച്ചു. ഈ രണ്ട് ലൈനിൽ കൂടെ ഒരുപാട് ഇഷ്ടക്കുറവുകൾ ഉണ്ടായിരുന്നു. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയും വഴക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിൽ ഒന്നാണ് പല്ലവാസ്, ദ വെസ്റ്റേൺ ഗാർഡിൽ, ആൻഡ് അബോ അതിന്റെ കൂടാണ്ട് ചാലുക്യാസ്, ബദനാമി എന്ന് പറയും, കുറച്ചു നേരം മേലെ. ഓക്കെ, ഈ ചാലുക്യാസിന്റെയും പല്ലവാസിന്റെയും വഴക്കിൽ കൂടെ ടെറിട്ടറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 575 സെഞ്ചുറിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചാലുക്യാസ് അവരുടെ കൺട്രോളിനെ പിടിച്ചെടുത്ത് അതിനെ ഇല്ലാണ്ടാക്കുന്നു, വാനിഷ് ചെയ്യുന്നു. ചാലുക്യാസിനെ അവർ വാനിഷ് ചെയ്യുന്നു. ഈസ്റ്റേൺ ഡെക്കാൻ, ഇനി ഈസ്റ്റേൺ ഡെക്കാനിൽ, അതായത് ഡെക്കാൻ ഏരിയ ആണ്, ഈസ്റ്റേൺ സൈഡ് ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശതവാഹന ഡെക്കാൻ ആ സമയത്താണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, ദാറ്റ് ഈസ് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലത്തെ ഡെൽറ്റ, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം. ശതവാഹനസിനെ പിൻഗാമികളായിട്ട് വരുന്നത് ഇഷ്കവാസ് എന്നാണ്. അവരാണ് കൺട്രോളിൽ ഉണ്ടായിരുന്ന റീജിയനുള്ള ഇഷ്കവാസ് ആയിരുന്നു. 225 സെഞ്ചുറിയിൽ. ഇവിടെ നമുക്കൊരു ബ്രേക്ക് കാണുന്നു. ആ ബ്രേക്കിൽ അബിഹാരാസ് വെസ്റ്റ് നിന്ന് വന്നവരും പടിഞ്ഞാറ് നിന്ന് വന്നവരും ഒരു ചെറിയ ഇൻട്രീം ഗവൺമെന്റുമായിട്ടുള്ള ഇഷ്കവാസിന്റെ കൂടെ വരികയും അവർ പിന്നെ ഒരു 50 കൊല്ലം അവർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഈസ്റ്റേൺ ഡെക്കാൻ. ഇനി സൗത്ത് കാനറ, നേരെ താഴെ. സൗത്ത് കാനറയിൽ വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് 5ാമത്തെ ദശകത്തിൽ
ആ രാജാക്കന്മാരുടെ ഡൈനാസ്റ്റിനെ കോടുന്ന ഗംഗാസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗംഗാസ്. ഗംഗാസ് ഓർ വെസ്റ്റേൺ ഗംഗാസ്. വെസ്റ്റേൺ ഗംഗാസ് ഏത് സ്ഥലങ്ങളൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് വെച്ചാല് അടുത്ത 600 വർഷം സൗത്ത് കാനറ, കർണാടക എന്ന് പറയാൻ പറ്റില്ല, ആ കർണാടക തന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. ലോങ് ഡ്യൂറേഷൻ. ഗംഗവാടി എന്ന് പറയും. ഇപ്പോഴും കർണാടകയില് നമ്മൾ കേൾക്കാറുണ്ട് വാടി എന്നുള്ള ആ പേര് വരുന്നത് അങ്ങനെയാണ്. ഗംഗവാടി എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ഏരിയ, മൗണ്ടൻ റേഞ്ചസ് ആണ്. റിലേറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം പ്രോസ്പെറിറ്റി ഇല്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും വലിയ അഗ്രികൾച്ചർ ഉണ്ടാവില്ല, മലകളായിരിക്കും കൂടുതൽ. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ അലോ ചെയ്ത് വരുമ്പോ ഗംഗാസിന് റൂൾ ചെയ്തിട്ട് ഒരു ഇന്റർഫിയറൻസ് എന്നുള്ള ലെവലിൽ ലോങ് ഡ്യൂറേഷൻസ് എടുക്കുന്നുണ്ട്. അവിടെ ഈ ഇമ്പോർട്ടന്റ് റോൾ ആയിട്ട് വരുന്നത് പരസ്പരമുള്ള കോൺഫ്ലിക്ട്സ് ആണ്. ഒരു വശത്ത് പല്ലവാസ്, പിന്നെ ഒരു വശത്ത് ചാലൂക്യാസ്. അവർ തമ്മിലുള്ള പരസ്പരമുള്ള വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ വിരോധങ്ങൾ കൂടാണ്ട് ഇതേ ഈ സൗത്ത് ഇന്ത്യ ആണ്, ഇത് മുഴുവൻ സൗത്ത് ഇന്ത്യ ആണ്. പല്ലവാസ്, ചാലൂക്യാസ്, പാണ്ഡ്യാസ്, ചേരാസ് ഒക്കെ സൗത്ത് ഇന്ത്യ ആണ്. അപ്പൊ പരസ്പരമുള്ള ഫൈറ്റ് അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ യുദ്ധം, ഇതെല്ലാം ആ കൺട്രിയുടെ പ്രോഗ്രസിനെ എപ്പോഴും എഫക്ട് ചെയ്യും. എല്ലാവർക്കും ആരുമായിട്ടും കോർഡിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവരെ ഹാരസ് ചെയ്തുകൊണ്ടേയിരിക്കും. മൗണ്ടൻ ഫോർട്ട്സ് ഒക്കെ, നദീദുർഗൊക്കെ കോട്ട കെട്ടുന്നത് വേറൊരു രാജാവ് നമ്മുടെ രാജാവത്തിലേക്ക് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ പല കോട്ടകൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഈ സംഗം പീരീഡ് എന്ന് പറയുന്നുണ്ട്. സംഗം പീരീഡ് എന്ന് വെച്ചാൽ പീരീഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലും കേരളത്തിലും ഈ സംഗം പീരീഡില് എഴുത്തുകുത്തുകൾ, അതായത് മീറ്റിംഗ്സ് നടക്കുന്നു, അതിനെപ്പറ്റി പരാമർശിക്കുന്നു, അതിനെപ്പറ്റി സംഘം ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഏരിയ വരുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പൊ ഓരോ എഴുത്തുകാരനും അവനവന് തന്നെ ഉള്ള ഒരു ഇന്റർപ്രിട്ടേഷനിൽ എഴുതി ഉണ്ടാക്കുന്നതിനാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പല്ലവാസിന്, ആദ്യകാല പല്ലവാസ്, നമ്മൾ പറയാറുണ്ട് പല്ലവന്മാരുടെ കഥ പറയുമ്പോൾ നമ്മൾ പറയും കല്ലെല്ലാം ചില ചെയ്താൻ പല്ലവരാജ. കല്ലെന്ന് പറഞ്ഞാൽ വലിയ വലിയ റോക്സിനെയൊക്കെ കൊത്തി, നിങ്ങൾക്ക് മഹാബലിപുരത്ത് ഉണ്ടല്ലോ ഇപ്പോഴും ട്രഡീഷണലി അതുണ്ട്, അതൊക്കെ വെറും റോക്കാണ്. റോക്കിനെ കുത്തി ചെത്തി ഒരു ആർട്ടിസ്റ്റിക് ഫോമിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഫോമിനെ പല്ലവ രാജാക്കന്മാര് അവരുടെ ശില്പികളെ സഹായിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കാഞ്ചി റീജിയനില്. അപ്പൊ അതേമാതിരി തന്നെ തൊണ്ടൈ മണ്ഡലം, തൊണ്ടൈ എന്ന് വെച്ചാൽ തമിഴ് വേർഡാണ്, അത് പല്ലവ എന്നർത്ഥം. ഓക്കെ, തൊണ്ടൈ മണ്ഡലം എന്ന് വെച്ചാൽ പല്ലവന്മാരുടെ മണ്ഡലം, ഏരിയ എന്നർത്ഥം. അത് പാലാർ റിവർ. ഇപ്പോഴും കാഞ്ചീപുരത്ത് പോയാൽ വലിയ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. പാലാർ റിവർ, മെഡ്രാസിലേക്ക് പോകുമ്പോൾ നമുക്ക് പാലാർ റിവർ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ അത്രയ്ക്കും വലിയ റിവർ ആയിരുന്നു. ഇപ്പൊ അത് ഡ്രൈ ആയിട്ടുണ്ട്, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, കാരണം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പീരീഡിൽ കൂടെ കൺട്രോൾ ചെയ്ത് അവരെ പുഷ് ചെയ്ത് മൗണ്ടനസ് ഒരു ട്രൈബാണ് അവരെ കൺട്രോൾ ചെയ്യുന്നു. ആ ട്രൈബിന്റെ പേരാണ് കലബാറാസ്. ഇനി അടുത്ത് നമ്മൾ കലബാറാസിനെ പറ്റി പറയാം. കലബാറ ഇൻട്രിമിച്ചാൽ ആരാണ്? അതായത് സംഗം പീരീഡ് അവസാനിക്കുന്ന സമയം, 6ാമത്തെ സെഞ്ചുറിയിൽ സംഗം പീരീഡ് തമിഴ്നാട്ടിലും കേരള ഡോമിനേറ്റ് ചെയ്തത് കലബാറാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഈ കലബാറാസ് ഇടയ്ക്കിടയ്ക്ക് എവിഡൻസ് കിട്ടുന്നത് നമുക്ക് ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ്. അതായത് ഈ ബുദ്ധിസം ജൈനിസം ഉള്ള ജൈനിസം അധികമായിട്ട് സൗത്ത് ഇന്ത്യയിൽ കാണാറില്ല. അവരുടെ കാലഘട്ടത്തിൽ, അതായത് ചേര, ചോള, പാണ്ഡ്യ, സംഗം ഏജില് ഇവരുടെ ബുദ്ധിസത്തിന്റെയും
ജൈനിസത്തിന്റെയും ട്രേസസേ കാണുന്നുള്ളൂ. മാത്രമല്ല ഇവര് ഒരു അഗ്രികൾച്ചറൽ ട്രൈബ് അല്ല, പക്ഷെ ഹില്ലി ട്രൈബാണ്, മലവേടന്മാര് അവരാണ്. ആ മലവേടന്മാര് മലയിൽ നിന്ന് വന്നു, മല ഹിൽ ട്രൈബ് നമുക്കിപ്പോ പറയാറില്ലേ ആദിവാസികൾ എന്നുള്ളത്, അവര് സെറ്റിലായത് ചെയ്യും, അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇവര് കൽബാറിന്റെ ത്രെട്ട് കാരണം ഈ എക്സ്റ്റൻഷൻ, ചാലൂക്യ കിങ്ഡം എക്സ്റ്റൻഷൻ ചെയ്ത് നോർത്ത് കർണാടകയ്ക്കും അവിടെ വന്ന് കുറച്ചൊക്കെ ഒരു എന്താ പറയാ ഡിഫീറ്റ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പീരീഡിന്, ആ പ്രത്യേകമായ ആ പീരീഡിനെയാണ് നമ്മള് കൽബാറ ഇന്ററിൻ എന്ന് പറയുന്നത്. അതായത് ആ പീരീഡ് ഡ്യൂറേഷൻ എപ്പോഴാണോ അവരുമായിട്ടുള്ള സംബന്ധം, ഇവര് ഹിൽ ട്രൈബ് ആണ്, അല്ലാണ്ട് അഗ്രികൾച്ചറിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ബ്രാഹ്മൺ സ്കോളേഴ്സ് അല്ല, ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് അല്ല, ജൈൻ സ്കോളേഴ്സ് അല്ല, ഒരു ടോട്ടലി ഒരു ഡിഫറെന്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് കൽബാറ ഇന്ററിം. ഇതൊക്കെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യന് വരാവുന്ന ഒരു നല്ലൊരു ആൻസർ ആണിത്. ഇനി ട്രയോ പവേഴ്സ് എന്ന് വെച്ചാൽ, ട്രയോ ഞാൻ നേരത്തെ പറഞ്ഞു 3. ചാലൂക്യ, ബദനാമിയിലുള്ള ചാലൂക്യയും, പല്ലവാസ് കാഞ്ചീപുരത്തുള്ള പല്ലവന്മാരും, മധുരൈ റീജിയൻ, അതായത് നമ്മുടെ ടിപ്പ് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ടിപ്പാണ് മധുരൈ വരിക. അതായത് മധുരൈ, കന്യാകുമാരി ആ ഭാഗം, അവിടെ മധുരയില് പാണ്ഡവാസ്. അപ്പൊ ഈ ചാലൂക്യാസ് ബിക്കെയിം ദ സോവറിൻ പവർ ആയിട്ട് വന്നു. വലിയ ചാലൂക്യ പുലികേശൻ റൂളറുടെ കൂടെ അവിടെ രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി. ബദനാമി ബീജാപ്പൂരിലെ കർണാടക കൂടെ സ്ട്രോങ് ഫോർട്രസ് കെട്ടി 543-44 ഒരു ഹോഴ്സ് സാക്രിഫൈസ് ഒക്കെ നടത്തി അവരുടെ കൺട്രോള് അധിപതി എടുത്തു. പിന്നെ നമ്മൾ കാണുന്നത് കടമ്പാസ് ആണ്. കടമ്പാസിനെ അനക്സ് ചെയ്ത് അവിടെ ആ രാജ്യം പിടിച്ചെടുക്കുന്നു മൗര്യാസ്, കൊങ്കനിലുള്ള മൗര്യാസ്. പിന്നെ പുലികേശൻ സെക്കൻഡിന്റെ ചാലൂക്യാസിന്റെ പവർ ഡെക്കാളിൽ കാണുന്നു. ഇതിപ്പോ 3 പേര് 4 പേര് ഒരുമിച്ച് ഞാൻ പോവാണ്. വെസ്റ്റേൺ ഗാട്സിലും അലുപാസിലെ സൗത്തിലും ഇവരെല്ലാം കൂടെ ഒരു സബ്മിഷൻ ചെയ്യിക്കാൻ നിർബന്ധിക്കുന്നു. ഇങ്ങനെ ആർമി ഓഫ് പുലികേശൻ ഓരോ ഫോഴ്സിനെയും ചെക്ക് ചെയ്ത് ഫോഴ്സസ് ഓഫ് ഹർഷവർദ്ധനെ നർമ്മദ നദീതീരത്തിന്റെ ബാങ്ക്സ് വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. വിഷ്ണുവർദ്ധന, പുലികേശൻ സെക്കൻഡിന്റെ ഡിഫീറ്റിന് ശേഷം ആന്ധ്രയില് വിഷ്ണുവർദ്ധന തലയിൽ എടുക്കുന്നു. ഡിമാൻഡ് ചെയ്തിട്ട് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഒരുപാട് ഏക്കർ ലാൻഡ് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാണ്. 621 യങ്ങർ ബ്രദറായ വിഷ്ണുവർദ്ധനെ കൺസോളിഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, അതെങ്കിലും ഒരുമിച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം 631 ഹർഷവർദ്ധന അവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ഒരു രാജ്യം വിഷ്ണുവർദ്ധന രാജ്യം കെട്ടിപ്പടുക്കുകയും ചാലൂക്യാസിന്റെ വെങ്കി, ഈസ്റ്റേൺ ചാലൂക്യാസ് അവരുടെ കൺട്രോളിൽ 500 കൊല്ലം പിന്നെ അവരുടെ കൺട്രോളിൽ അവര് ജീവിച്ചിരുന്നു. ഇനി പല്ലവാസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയേണ്ട സിംഹവിഷ്ണു മിഡിൽ സെഞ്ചുറിയിലാണ് വരുന്നത്. അതിനുശേഷം ഈ നേരത്തെ ഞാൻ പറഞ്ഞ കൽഹാര ഇന്ററിം ഏരിയക്ക് തണ്ടൈ മണ്ഡലം എന്ന് പറഞ്ഞിട്ട് കാഞ്ചി റീജിയൻ ആക്കി മാറ്റിയെടുക്കുകയും കാവേരി ഡെൽറ്റ കൺട്രോളിൽ കൊണ്ടുവരികയും അതിനുശേഷം അങ്ങേർക്ക് ശേഷം സിംഹവിഷ്ണുവിന് ശേഷം വരുന്നത് മഹേന്ദ്രവർമ്മനാണ്. മഹേന്ദ്രവർമ്മൻ അനക്സ് ചെയ്തെടുത്ത് നോർത്ത് റിവർ വരെ കൊണ്ടുവരുന്നു. പല്ലവ കിങ്ഡത്തില് സബ്മിഷൻ ചെയ്യാത്തത് കൊണ്ട് പിടിച്ചടക്കുകയും അവരെ കൊണ്ട് ചാലൂക്യാസിനെ കൊണ്ടും പാണ്ഡ്യാസിനെ കൊണ്ടും പിടിപ്പിക്കുന്നു. പാണ്ഡ്യാസ് ഈ അവരുടെ ഓവർലോഡ്ഷിപ്പ് എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം അവരുടെ ആധിപത്യം സ്വീകരിക്കണം, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുന്നു. 7ാമത്തെ സെഞ്ചുറിയിൽ പല്ലവാസിന് ഒരു റീജിയണൽ സൗത്ത് ഇന്ത്യയിൽ കെട്ടിപ്പടുത്താൻ പറ്റി. അതിനുശേഷം 8ാമത്തെ സെഞ്ചുറിയിൽ ചാലൂക്യാസിനെ മാറ്റി റീപ്ലേസ് ചെയ്ത രാഷ്ട്രകൂടാസ് ആണ് ഡെക്കാണില്. 10ാമത്തെ സെഞ്ചുറിയിൽ പല്ലവന്റെ ആ സമയം തീരുകയും ആദിത്യ ചോളന്മാരെ എടുക്കുന്നു. പിന്നെ ചോളന്മാരുടെ കയ്യിൽ രാജ്യങ്ങൾ കിട്ടുന്നു, സപ്രസ് ചെയ്യുന്നു. കൽബാറാസന ഞാൻ നേരത്തെ പറഞ്ഞവരെ. പിന്നെ തമിഴ്നാട് വൈഗൈ എന്ന് പറയുന്നത് തിരുച്ചിയാണ് കേട്ടോ.
ഹാർട്ട് ആക്കി മാറ്റുകയും കാവേരി ഡെൽറ്റയിൽ കൊണ്ടുവന്ന് കാവേരി ഡെൽറ്റ നോർത്തിലും ചേര കൺട്രി കേരളത്തിലും ഇവര് അവരുടെ ആധിപത്യം സ്വീകരിച്ച് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി ചെറിയ ചെറിയ കിങ്ഡംസ് ഉണ്ട് ഈ കാലഘട്ടങ്ങളിൽ. ഈ ചെറിയ ചെറിയ കിങ്ഡംസ് എന്ന് പറയുന്നത് ഡെക്കാണിലും സൗത്ത് ഇന്ത്യയിലും ഒരേ സമയത്ത് നൊമ്പലാസ്, ബാണാസ്, സിഹാറാസ് ഇവരുടെയൊക്കെ റിവർ വാലിയിൽ റേച്ചൂർ റിവാബിലും തുംഗഭദ്രയിലും കൃഷ്ണ ഗോദാവരിയിലും ലോവർ കാവേരിയിലും വൈഗയിലും, വൈഗ എന്ന് പറയുന്നത് എഗെയിൻ തിരിച്ച്. അപ്പൊ ഇവിടെ ഈ റിവർ ഇമ്പോർട്ടന്റ് വാലീസിലേക്ക് കൊണ്ടുവരുമ്പോൾ ചാലൂക്യാസ്, അതേസമയം ചാലൂക്യാസ് ഉണ്ട് റേച്ചൂർ ദ്വാബില്, പല്ലവാസ് ഉണ്ട് പാലാർ റിവർ വാലിയിലുണ്ട്. ഇതൊക്കെ ഒരു ടാസ്ക് എടുക്കാണ്ട് റീജിയണൽ ആയിട്ട് കൊണ്ടുവന്ന് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും ഒരു മിഡിലായിട്ട് ഇങ്ങനെ നോർത്ത് ഇന്ത്യ സെപ്പറേറ്റ് സൗത്ത് ഇന്ത്യ സെപ്പറേറ്റ് എന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം കോൺഫ്ലിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ പീരീഡിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ചാലൂക്യാസ്, ബദാമി ആൻഡ് പല്ലവാസ്, പാണ്ഡ്യാസ് ആൻഡ് പല്ലവാസ് പരസ്പരം ഫൈറ്റ് ആണ് ഗോയിങ് ഓൺ. അപ്പോ ഹോസ്റ്റിലിറ്റി എതിർത്ത് കൂട്ടി മഹേന്ദ്രവർമ്മൻ ഒരു സെൻട്രൽ പൊസിഷൻ നോർത്തേൺ പാർട്ടിന്റെ പല്ലവ കിങ്ഡത്തിന്റെ പൊസിഷൻ എടുക്കുകയും അതിനുശേഷം ബാണാസ് അല്ലെങ്കിൽ ഫ്യൂഡേറ്ററീസ് ആയിട്ടുള്ള എല്ലാരെയും രാജസേൽമേല് അടിച്ചമർത്തിപ്പെട്ട് കാഞ്ചീപുരം ഏരിയനെ ത്രട്ടൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഒരുപാട് ബാറ്റിൽസ് ഉണ്ട്. അതിലൊക്കെ ഹി വാസ് ഡിഫീറ്റഡ് ബൈ നരസിംഹവർമ്മൻ ഫസ്റ്റ്. മഹേന്ദ്രവർമ്മന് ശേഷം വന്ന നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഇനി എന്തുകൊണ്ട് ഇവര് പരസ്പരം ചാലൂക്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നരസിംഹവർമ്മൻ ചാലൂക്യാസിനെ അറ്റാക്ക് ചെയ്തു, ക്യാപ്ചർ ചെയ്തു ബാദ്നാമി. അതിനുശേഷം പുലികേശൻ സെക്കൻഡിനെ കൊലപ്പെടുത്തുന്നു. ഈ സിറ്റുവേഷനില് അതായത് പുലികേശൻ സെക്കൻഡിന്റെ സൺ വിക്രമാദിത്യ ഫസ്റ്റ് അങ്ങനെ പല്ലവാസിനെ ഓടിച്ചു കളയുകയും അവിടെ നിന്ന് പാണ്ഡ്യന്മാരുമായിട്ട് ഒരു അലയൻസ് കൂട്ടുകയും റെയ്ഡ് ചെയ്ത് പല്ലവ ടെറിട്ടറി കൺട്രോളിൽ കൊണ്ടുവരാനും അതിനുശേഷം അതിന് വിക്രമാദിത്യ സെക്കൻഡ് എക്സ്പെഷ്യലി പ്രത്യേകമായിട്ട് ഒരു കണക്ഷനില് ഒരു എല്ലാ കൺട്രി നശിപ്പിച്ചിട്ട് ലൂട്ട് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ധനം എടുത്തുകൊണ്ട് പോവുക. 3 പ്രാവശ്യം കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ പവേഴ്സ് കൂട്ടി അവര് പല്ലവാസിനെ ടാർഗറ്റ് അറ്റാക്ക് വെച്ചിട്ട് അറ്റാക്ക് ചെയ്ത് അവര് സിറ്റുവേഷൻസ് ചാലൂക്യാസിന്റെയും പല്ലവാസിന്റെയും പാണ്ഡ്യാസിന്റെയും പ്രോസ്പെറസ് ആയിട്ടുള്ള എല്ലാം വന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് ചാലൂക്യാസ് പല്ലവാസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം പല്ലവാസ് അവനവന്റെ കാര്യങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് ബാക്ക് ടു ദെയർ ടെറിട്ടറിയിലേക്ക് പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്താണ് റെയ്ഡ് നടക്കുന്നത്. നരസിംഹവർമ്മൻ ഫസ്റ്റ് ചാലൂക്യ കിങ്ഡം തിരിച്ചു പിടിച്ച് അവനവന്റെ ക്യാപിറ്റലാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി സംഘം ലിറ്ററേച്ചറിൽ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞതാണ് സംഘം ലിറ്ററേച്ചറിനെ പറ്റി. പല വിധത്തിലുള്ള ലിറ്ററേച്ചർ നരസിംഹവർമ്മൻ ലോഞ്ച് ഒരു ഡൈവേഴ്സറി ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ കാലഘട്ടങ്ങളിൽ ഈ ഓരോ രാജാക്കന്മാരും അവരുടെ റോള് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്ന് അവരെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമാണ് എല്ലാരും കൂടെ ജോയിൻ ചെയ്ത് അറ്റാക്ക് അലൈസ് ഓഫ് പല്ലവാസ് എല്ലാം കൂടെ ചേർന്ന് നരസിംഹവർമ്മൻ ഫസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഉദയചന്ദ്ര ബാറ്റിൽ എൻഗേജ് ചെയ്യുന്നു. നിഷിത പൃഥ്വിരാജ സൈഡ് ചെയ്ത് ചാലൂക്കാസിന്റെ കൂടെ വരുന്നു. അങ്ങനെ അവർ പുതിയതായിട്ടുള്ള ഒരു രാജ്യം കെട്ടിപ്പടുത്താൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ചാലൂക്യാസിലും നരസിംഹവർമ്മൻ അതേമാതിരി തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ഓടിപ്പോകും. പല്ലവ കോടതിയിൽ പോയി അഭയം പ്രാപിക്കുന്നു. അനുരാധപുരം സെൻഡിങ് നേവൽ എക്സ്പെഡീഷൻസ് വരുന്നുണ്ട്. കടൽ മുഖാന്തരമുള്ള വഴുക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ലോഞ്ച് ചെയ്ത് പ്രത്യേകിച്ചുള്ള റെയ്ഡുകൾ നടത്തുകയും അതേമാതിരി അവർ 8th സെഞ്ചുറി പിന്നെ വരുന്നത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ചേരമാൻ പെരുമാൾ കേരളത്തിലും ഇവരുടെ ആധിപത്യം കൊണ്ടുവരുന്നുണ്ട് 8-9 സെഞ്ചുറിയിൽ. ഇവിടെ ക്രിസ്ത്യൻസ്, സൈവേറ്റ്സ്, മുസ്ലിംസ് പ്രസന്റ് ചെയ്യുന്നില്ലെങ്കിലും മലബാറിനെ അറ്റാക്ക് ചെയ്ത് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരികയാണ് പാണ്ഡ്യാസ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ചേരമാൻ ചാലൂക്യാസ് ആണ്.
അഡ്മിനിസ്ട്രേഷൻ നല്ല വൃത്തിയായിട്ട് അഡ്മിനിസ്ട്രേഷൻ എടുത്ത് ഈ മഹാരാജാധികര ഞാൻ നേരത്തെ പറഞ്ഞു വേദിക അശ്വമേധ യാഗം നടത്തി അവർ കൺട്രോളിൽ കൊണ്ടുവന്നു. പുലികേശൻ ഫസ്റ്റ് ചാലൂക്യ കിങ്ഡം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇനി അഡ്മിനിസ്ട്രേഷൻ പോവുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ പൊസിഷൻ മുഖാന്തരം അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പാതയുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ സ്വയമേ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. നന്ദി, നമസ്കാരം.